പുതഞ്ഞു കിടക്കുന്ന ധ്രുവപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന പഞ്ഞിക്കെട്ട് പോലുള്ള ധ്രുവക്കരടി. ചിത്രങ്ങളിലും വീഡിയോകളിലുമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഈ ധ്രുവക്കരടി കാണുന്ന അത്ര ക്യൂട്ടല്ല. കരയിലെ ഏറ്റവും വലിയ മാംസഭോജിയാണ് കക്ഷി. കൂടാതെ വേറെയും ഒരുപാട് പ്രത്യേകതകൾ ധ്രുവക്കരടിക്കുണ്ട്. ഉർസിഡ കുടുംബത്തിൽപ്പെട്ട വലിയ സസ്തിനിയാണ് കരടി. 8 വ്യത്യസ്ത വിഭാഗം കരടികളെ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ 6 വിഭാഗങ്ങൾ മിശ്ര ബുക്കുകളാണ്. ബാക്കിയുള്ള 2 വിഭാഗങ്ങളിലൊന്നായ ധ്രുവക്കരടി പ്രധാനമായും മാംസമാണ് ഭക്ഷിക്കുന്നത്. കരടി വർഗത്തിലെ ഏറ്റവും വലിയ ജീവിയും ധ്രുവക്കരടി തന്നെ. വെള്ളക്കരടി എന്നും അറിയപ്പെടുന്ന ഇവയെ പ്രധാനമായും റഷ്യ, കാനഡ, ഡെൻമാർക്ക്, നോർവേ തുടങ്ങിയ രാജ്യങ്ങളിലാണ് കൂടുതലായും കണ്ടുവരുന്നത്. ഇവയുടെ ത്വക്കിന് കറുത്ത നിറമാണെങ്കിലും വെളുത്ത രോമകൂപങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ് അവയുടെ ശരീരം. ഈ രോമങ്ങളാണ് ഇവയെ ധ്രുവപ്രദേശങ്ങളിലെ കൊടും തണുപ്പിനെ അതിജീവിക്കാൻ സഹായിക്കുന്നത്. സാധാരണ കരടികളെ അപേക്ഷിച്ച് ഇവയ്ക്ക് നീളം കൂടിയ കാലുകളും നീണ്ട വണ്ണം കുറഞ്ഞ കഴുത്തുമാണുള്ളത്. 25 മുതൽ 30 വർഷം വരെ ഇവ ജീവിക്കും. ഇവയുടെ പ്രധാന ആഹാരം സീലുകളും മത്സ്യവുമാണ്. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ധ്രുവക്കരടിയുടെ ഭാരം 150 മുതൽ 300 കിലോഗ്രാം വരെയായിരിക്കും. പൊതുവെ ശാന്ത സ്വഭാവക്കാരായി കണക്കാക്കുന്ന ജീവികളിൽ ഒന്നുകൂടിയാണ് ധ്രുവക്കരടി. എന്നാൽ വലിയ വംശനാശ ഭീഷണിയാണ് ധ്രുവക്കരടി നേരിടുന്നത്. മാംസത്തിനായും രോമത്തിനായും ഇവ ധാരാളമായി വേട്ടയാടപ്പെടുന്നുണ്ട്. കൂടാതെ ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുരുകുന്നതും ഇവയുടെ നിലനിൽപ്പിന് ഭീഷണിയാണ്.